ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആയിഷാസ് ക്രിയേഷൻസ്. ഇന്നത്തെ റെസിപ്പി ഇരുമ്പമ്പുളി ഇട്ട് വെച്ച മത്തിക്കറി. മത്തിക്കറി സാധാരണയായിട്ട് കുടംപുളിയോ മാങ്ങയൊക്കെ ഇട്ടാണ് വയ്ക്കാറ്. പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് ഇരുമ്പമ്പുളി ഇട്ട് വെച്ച മത്തിക്കറിക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 12 മീൻ. ഞങ്ങളിവിടെ മത്തിക്ക് ചാളമീൻ എന്നാണ് കേട്ടോ പറയാറ്. 12 ഇരുമ്പമ്പുളിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, 1 തക്കാളി, 1 വെളുത്തുള്ളി ഫുള്ളായിട്ട്. അപ്പോൾ അതൊരു 12 ചുളയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 ചുള ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാമുള്ളൂ, അല്ലെങ്കിൽ ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം ചെറിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ നേരിട്ട് എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഡിഷായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്ക് 12 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം. 4 ചുവന്നുള്ളി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി 1 തക്കാളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇരുമ്പമ്പുളി അരിഞ്ഞത് ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇരുമ്പമ്പുളി പല നാടുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചീമപ്പുളി, പുളിഞ്ചിക്ക, ഓർക്കാപ്പുളി അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ച മുളക് പൊടി മിക്സ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകി ഒഴിക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി കഴുകി ഒഴിക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരിയൂടെ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചാളമീൻ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മീൻ കഷ്ണങ്ങൾ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുവാനായിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് മൂടി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മൂടി അടച്ച് വയ്ക്കാം. മീൻകറി ഉണ്ടാക്കിയാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം വിളമ്പാൻ. എങ്കിൽ മാത്രമേ ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ഉപ്പും മുളകുമൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇനി ഈ മീൻകറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസിൻ്റെ പിക്ചേഴ്സ് aishascreations1@gmail.com എന്ന മെയിൽ ഐ ഡിയിലിട്ട് സെൻഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.